നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾക്ക് വീണ്ടും ഒന്നുകൂടി ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയ അൽഹംദുലില്ലാ. ഇതില് ഏതുവരെയാണ് സൂറത്തു നാസിആത്ത് എടുത്തിട്ടുള്ളത് എന്ന് എൻ്റെ മനസ്സിലൊരു ധാരണ ഇപ്പം വന്നിട്ടില്ല. 5 ആയത്തുകളാണോ 7 ആയത്തുകളാണോ എടുത്തെന്നുള്ളത് ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും 6 ആയത്ത് എടുത്തിട്ടുണ്ട്. 6 ആയത്തോ? 6 ആയത്ത് എന്ന് വെച്ചാൽ യൗമ തർജുഫുർ റാജിഫ എന്നാ. അങ്ങനെ അതിലായിട്ട് നമ്മൾ ഇങ്ങനെ നിർത്താനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഫൽ മുദബ്ബിറാത്തി അംറ നമുക്ക് ഒന്നുകൂടി ഒരു 1-2 മാസത്തെ ഇടവേള വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു ചെറിയ മറവി സംഭവിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നമുക്കൊന്ന് വായിക്കാം, ഓതിയിട്ട് അർത്ഥം പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ തുണക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ യൗമ തർജുഫുർ റാജിഫ തത്ബഉഹ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിആ യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും ബിസ്സാഹിറ. ഇതിലെ 6-ാമത്തെ വചനം മുതൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ 5 വചനങ്ങള് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. വന്നാസിആതി ഗർഖ, പിന്നെ മുങ്ങിച്ചെന്ന് ആത്മാവിനെ വലിച്ചെടുക്കുന്നത് തന്നെയാണ് സത്യം. വന്നാശിതാതി നശ്താ, സാവധാനം അതിനെ സ്വീകരിച്ചാനയിച്ചു കൊണ്ടുപോകുന്നവയെ കൊണ്ട് തന്നെ സത്യം. വസാബിഹാതി സബ്ഹ, നീന്തി തുടിക്കുന്നവയെ കൊണ്ട് സത്യം. ഫസാബിഖാതി സബ്ഖ, അങ്ങനെ മത്സരിച്ച് മുന്നേറുന്നവയെ കൊണ്ട് സത്യം. ഫൽ മുദബ്ബിറാത്തി അംറ, അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നവയെ കൊണ്ട് സത്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അന്ന് ഏതായാലും നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇത് മലക്കുകളെ കുറിച്ചാണ് എന്നുള്ള ചർച്ചയും നമ്മളന്ന് നന്നായി പഠിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. ഇനി വിശുദ്ധ ഖുർആനിലെ പരലോകത്തിന്റെ സംഭവ്യതയെ ഒറ്റ വാക്കിൽ അള്ളാഹു പറഞ്ഞു തരികയും അന്ന് ചില ആളുകൾ പേടിച്ച് അസ്വസ്ഥതപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയും ആർക്കാണ് അസ്വസ്ഥതയുള്ളത് എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ്. ഞാൻ ഈ 14 ആയത്ത് വരെ ഓതി വെച്ചല്ലോ, ആ ഒരു സ്റ്റെപ്പ് വരെയുള്ളത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ എൻ്റെ കൂടെ പിന്നെ യൗമ തർജുഫുർ റാജിഫ എന്ന് തുടങ്ങുന്ന ആ വചനം മുതൽ നമുക്കൊന്ന് ഓതാം, എന്നിട്ട് തുടങ്ങാം. പിന്നെ അള്ളാഹു നമ്മെ തുണക്കട്ടെ. ഒന്നെൻ്റെ കൂടെ ഓതണേ. യൗമ തർജുഫുർ റാജിഫ തത്ബഉഹ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും ബിസ്സാഹിറ. ഒന്നുകൂടെ. യൗമ തർജുഫുർ റാജിഫ
تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أإذا كنا عظاما نخرا قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة. ഒന്നർത്ഥം നോക്കിയേ. യൗമ, ആ ദിവസം. തർജുഫു അറാജിഫ. റജഫ എന്ന് പറഞ്ഞ നേരെ അർത്ഥം വിറക്കുക, കുലുങ്ങുക എന്നാണ് വാക്കിനർത്ഥം കേട്ടോ. റജഫ എഴുതി നോട്ട് ചെയ്ത് വെക്കണേ. കിടിലം കൊള്ളുക, വിറക്കുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. എഴുതണം കേട്ടോ. അപ്പൊ എന്താണ്? പിന്നെ ഭീകരമായ ഗർജനം ഉണ്ടാവുക എന്ന വാക്കിനർത്ഥണ്ട്. അതിശക്തമായ പ്രകമ്പനം ഉണ്ടാവുക എന്നർത്ഥമുണ്ട് കേട്ടോ. പല അർത്ഥമുണ്ട്. എന്നാലും ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം അതിശക്തമായ പ്രകമ്പനം ഉണ്ടാവുക, ശക്തമായ ശബ്ദം ഉണ്ടാവുക എന്നൊക്കെയാണ്. കുലുങ്ങുക എന്നൊക്കെ. അപ്പൊ യൗമ തർജുഫു അറാജിഫ, ആ ഭീകരമായ പ്രകമ്പന ഗർജനം ഉണ്ടാകുന്ന ആ ദിവസം. തത്ബഉഹ, നമുക്കൊക്കെ അറിയാലോ. തബഅ പിന്തുടർന്ന് വരിക. തത്ബഉ പിന്തുടർന്ന് വരുന്നു. തത്ബഉഹ അതിന്റെ പിന്നാലെ വരുന്നു. അറാദിഫ പിന്നാലെ വരുന്നത്, പിറകെ വരുന്നത് എന്നാണ് റാദിഫത്ത് എന്ന് പറഞ്ഞ. അപ്പൊ പിന്നാലെ വരുന്നത് അതിനെ തുടർന്ന് വരികയും അതിന്റെ പിന്നാലെ വരികയും ചെയ്യും. അതിന് പിറകെ മറ്റൊന്നുകൂടി സംഭവിക്കും എന്നാണ് അർത്ഥം കേട്ടോ. അർത്ഥം പറഞ്ഞ ആശയം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. യാതൊരുവിധ കെട്ടിക്കൊടുക്കൂല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ വൃത്തിയായി പറഞ്ഞു തരികയാണ്. ഇവിടെ ഖിയാമത്ത് നാൾ എങ്ങനെ സംഭവിക്കും എന്നതാണ് പറഞ്ഞു തരുന്നത്. യൗമ തർജുഫുർ റാജിഫ, ഭീകരമായ ആ പ്രകമ്പന ഗർജനമുണ്ടാകുമ്പോൾ. തത്ബഉഹർ റാദിഫ അതിന്റെ പിന്നാലെ വരുന്നത്, തുടർന്ന് മറ്റൊരു പ്രകമ്പനം കൂടി സംഭവിക്കുകയും ചെയ്യുന്ന ദിവസം. മോനെ പോവാ. പിന്നെ വണ്ടി അവിടെ കേട്ടോ. ഞാൻ അവിടെ പുലർച്ചെ നേരത്തെ യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ ഖുലൂബുൻ, ഖുലൂബുൻ ചില ഹൃദയങ്ങൾ, യൗമ ഇതിൻ അന്നത്തെ ദിവസം, വാജിഫത്തുൻ, വാജിഫ എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറക്കുക എന്നതാണ്. വജഫ വാജിഫുൻ. ഖുലൂബുൻ യൗമ ഇതിൻ വാജിഫ, അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നവയായിരിക്കും. ചില ഹൃദയങ്ങൾ അന്ന് പേടിച്ച് വിറക്കും. അബ്സാറുഹ അവരുടെ കണ്ണുകൾ, ഹുശൂഇലായിരിക്കുമെന്ന്. നേരെ ഹുശൂ എന്ന് പറഞ്ഞാൽ താഴ്മ കാണിക്കുക, വിനയം കാണിക്കുക, എളിമ കാട്ടുക എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആശയം എന്തറിയോ? കണ്ണുകൾ അന്ന് കീഴ്പോട്ട് തള്ളും എന്നാണ്. അന്ന് അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് തള്ളും. അർത്ഥം കിട്ടിയ നാലെണ്ണത്തിന്റെ കൂടെ വരണേ. യൗമ തർജുഫുർ റാജിഫ, ഭീകരമായ ആ പ്രകമ്പന ഗർജനമുണ്ടാവുന്ന ദിവസം. തത്ബഉഹർ റാദിഫ തുടർന്ന് മറ്റൊരു പ്രകമ്പനം കൂടി സംഭവിക്കുന്ന ആ നിമിഷം. ഇവിടെ നമ്മൾ അർത്ഥം എഴുതിയിട്ടുള്ള എന്താണ്? കിടിലം കൊള്ളുന്നത്, കിടിലം കൊള്ളുന്ന ദിവസം. പിന്നാലെ വരുന്നത് അതിനെ തുടർന്ന് വരും. ഖുലൂബു യൗമൈദിൻ വാജിഫ, അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുകയാണ്. അബ്സാറുഹ ഖാശിഅ, അവരുടെ കണ്ണുകൾ ഇങ്ങനെ താഴ്മ ചെയ്യുന്നവരായിരിക്കും, കീഴ്പോട്ട് തള്ളും. അർത്ഥം ഒന്നിച്ച് പറഞ്ഞുതരാം, എന്നാലാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആശയങ്ങള് നമ്മൾ വിശദീകരണങ്ങൾ വരുമ്പോ നമുക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ്.
യഖൂലൂന, ആരാന്നറിയ ഇക്കൂട്ടരെ? യഖൂലൂന, അവരിങ്ങനെ ചോദിച്ചിരുന്നു, അവർ ചോദിക്കുകയാണ്. അ ഇന്ന, ഇന്ന നിശ്ചയമായും നമ്മൾ. അ ഇന്ന, അ എന്ന് വെച്ചാൽ ആണോ അല്ലേ എന്നാണ്. അ എന്ന് വെച്ചാൽ ആണോ അല്ലേ. ഇന്ന നിശ്ചയം നമ്മൾ. അപ്പോ അ ഇന്ന നിശ്ചയമായും നമ്മളാണോ, നമ്മളാണോ. ലമർദൂദുന, റദ്ദ മടക്കപ്പെടുക, മർദൂദൂൻ മടക്കപ്പെടുന്നവർ. ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ല, ല എന്ന് മാത്രമാണെങ്കിൽ നിശ്ചയമായും എന്നാണ് വാക്കിന്റെ അർത്ഥം. ലമർദൂദൂന, നിശ്ചയമായും നമ്മൾ മടക്കപ്പെടുന്നവർ തന്നെയാണോ. ഫിൽ ഹാഫിറ, എവിടെ നിന്ന്? നമ്മളുടെ കുഴിമാടത്തിൽ നിന്ന്. അപ്പൊ വീണ്ടും പഴയ രൂപത്തിലേക്ക് മടക്കപ്പെടുമോ, പൂർവസ്ഥിതിയിലേക്ക് നമ്മൾ മടക്കപ്പെടുമോ എന്ന് അവരിങ്ങനെ ചോദിക്കുകയാണ്. ആ ഇന്ന, നമ്മളെ പേജ് ഒന്ന് മറിച്ചു കൊടുക്കുകയും. ആരാണ് അവിടെ? ഹൊസേര, ഒന്നുകൂടെ. ശരി ശരി. ഇവിടെ ഹാഫിറത്തിന് രണ്ട് അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒന്ന് നേരെ ഹാഫിറ, ഹാഫിറ എന്ന് പറഞ്ഞു വെച്ചാല് ഖബർ കുഴിക്കണീനാണ് പറയട്ടെ, ഹാഫിറ ഖബർ എന്നാണ്. വേറെ ഒരർത്ഥം ഉണ്ട് അതിന്, പൂർവസ്ഥിതി എന്നൊരർത്ഥമുണ്ട്. അപ്പൊ രണ്ട് പറഞ്ഞാലും ശരിയാണ്. ഫിൽ ഹാഫിറ, നിശ്ചയം നമ്മൾ നമ്മുടെ കുഴിമാടത്തിൽ നിന്ന് മടക്കപ്പെടുന്നവർ തന്നെയാണോ എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ വേറെ ഒരർത്ഥം പറഞ്ഞു നോക്കി. നമ്മള് വീണ്ടും പഴയ രൂപത്തിലേക്ക് മടക്കപ്പെടുമോ എന്നവർ ചോദിക്കുന്നു. അപ്പൊ ഹാഫിറത്തിന് രണ്ടർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് പൂർവസ്ഥിതി എന്നൊരർത്ഥമുണ്ട്, പഴയ രൂപം എന്നൊരർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ഒരർത്ഥം കൂടി ഏത് വരും? പിന്നെ ഖബറിടം, കുഴിമാടം എന്നർത്ഥമുണ്ട്. രണ്ട് പറഞ്ഞാലും അവിടെ ശരിയാണ്. എങ്ങനെ ആയിട്ടാണ് നമ്മൾ മടക്കപ്പെടുന്നത് അറിയാമോ? ആ ഇദാ കുന്ന ഇളാമൻ നഖിറതൻ. ഇളാമുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കോളൂ. ഇളാം എന്ന് പറഞ്ഞാൽ എല്ല്, അസ്ഥി എന്നാണ്. എന്താണ് ഇളാം എന്ന് പറഞ്ഞാല്? അസ്ഥി. ആ ഇതാ, ഇതാ ആൽ എന്നാണ്. ആ ഇതാ കുന്ന, നമ്മൾ ആയി തീർന്നതിന് ശേഷമാണോ, ആയതിന് ശേഷമാണോ. ഇളാമൻ, ഇളാം എല്ലുകൾ. നഹിറത്തൻ, നഹിറത്ത് എന്ന് പറഞ്ഞാൽ ദ്രവിച്ച, ജീർണിച്ച, നുരുമ്പിച്ച എന്നർത്ഥം. നമ്മൾ നുരുമ്പിച്ച എല്ലുകളായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ രൂപത്തിലേക്ക് മടക്കപ്പെടുമോ എന്നവർ ചോദിക്കുന്നു. എന്നിട്ട് അവര് കളിയാക്കാണ് കേട്ടോ. കാലു, അവര് പറയുന്നുണ്ട്, തിൽക്ക അത്, ഇതൻ എങ്കിൽ, തിൽക്ക ഇതൻ എങ്കിൽ അത്, കറത്തുൻ ഒരു മടക്കമാണ്, ഹാസിറത്തുൻ നഷ്ടകരമായ. എങ്കിൽ അത് എല്ലാം മടക്കപ്പെട്ട ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരു മടക്കം തന്നെയാണല്ലോ എന്നവരിങ്ങനെ പറയുന്നുണ്ട്. അതിനല്ല മറുപടി കൊടുത്തെന്തറിയാമോ? അത് ഘടിപ്പിച്ച് പറഞ്ഞുതരാട്ടോ. അർത്ഥം മാത്രങ്ങൾ ഇപ്പൊ നോക്കിയാൽ മതിയെ. നിശ്ചയമായും ഹിയ അത്, ഏത്? ആ മടക്കപ്പെടുക എന്ന് പറയുന്നതിന് എന്തേ വേണ്ടുള്ളൂ? സജ്റ, സജ്റത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ശബ്ദം. മലയാളം പറഞ്ഞാൽ ഒച്ച എന്ന് പറയും നമ്മളെ നാട്ടിൽ കേട്ടോ. സജ്റ വാഹിദ, ഒരൊറ്റ ഗർജനം മാത്രമേ വേണ്ടൂ. എന്നാണ് അർത്ഥം. ഇന്നമ, ഈ ഇന്നമക്കൊരു പ്രത്യേകത ഉണ്ട്. ഇന്നമക്ക് ശേഷം പറയണത് അതിന്റെ തൊട്ട് ശേഷം വരുന്നത് നിക്ഷിപ്തമായിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഏതാണ്? ഹിയ എന്ന് പറയുന്ന ആ വിഷയം
അതിൽ സജറത്തുൻ വാഹിദ നിക്ഷിപ്തമാണ്. ഹിയ ഏതാണ്? ആ കുഴിമാടത്തിൽ മടക്കപ്പെടുക എന്നത് എന്തേ വേണ്ടു? സജറ വാഹിദ, ഒരൊറ്റ ഗർജനം മാത്രമേ വേണ്ടുള്ളൂ. ഫഇദാ ഹും, അപ്പോഴതാ അവർ, ബിസ്സാഹിറ, സാഹിറത്ത് എന്ന് പറഞ്ഞാല് പിന്നെ രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് തുറസ്സായ മൈതാനം എന്നാണ് വാക്കിനർത്ഥം. കേട്ടോ, എന്താണ്? എഴുതണേ, മറക്കരുത്. സാഹിറത്ത് എന്ന് പറഞ്ഞാൽ തുറസ്സായ മൈതാനം, വെളിംപ്രദേശം എന്ന് നമ്മൾ പറയും. വെളിമ്പുറം എന്ന് പറയില്ല നമ്മള്, അതെ, തുറസ്സായ സ്ഥലം എന്നാണ് ഒരർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം എന്താന്ന് വെച്ചാല് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, രാത്രിയിലെ ഉറക്ക് നഷ്ടപ്പെടുക എന്നതിനൊക്കെ അറബിയിൽ സാഹിറ എന്ന് പറയും. അപ്പോഴതാ അവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ചില തഫ്സീറുകളിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അതാ അവർ വെളിമ്പുറത്ത് ഹാജരാകുന്നു, ഉടനെ അവർ നമ്മുടെ അടുക്കലെത്തുന്നു. സഹോദരങ്ങളെ, ഇനി നമുക്ക് ഞാൻ ഈ പറഞ്ഞത് എന്താണ് എന്നൊന്നുകൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രകമ്പനം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ പ്രകമ്പനവും രണ്ടാമത്തെ പ്രകമ്പനവും യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ. എന്താണത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ഒന്നാമത്തെ പ്രകമ്പനം കൊണ്ട് ഉദ്ദേശം ഭൂമിയെയും അതിലെ സകല വസ്തുക്കളെയും തകർത്ത് നശിപ്പിക്കുന്ന ഒരു പ്രഥമ പ്രകമ്പനമാണ് ഒന്നാമത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ. അതോടുകൂടി എന്താവുന്നറിയോ? എല്ലാ ആളുകളും, ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എന്താവും? പിന്നെ നശിച്ച് അവിടെ വീഴും. അതാണ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാം അസ്വസ്ഥജനകമായി പോകും, തകർന്നു വീഴും, ഈയാമ്പാറ്റകളെ പോലെ ആയിരിക്കും മനുഷ്യന്ന് പറഞ്ഞില്ലേ? ഏതിലാണത് പറയാ? അൽക്കാരി ആ മൽക്കാരി ആ യൗമയക്കൂനു വമാദ്രാക മൽക്കാരിയ യൗമയക്കൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. ഈയാമ്പാറ്റകൾ, ഈ പുതുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിനടിയിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം പാറുന്ന പാറ്റകൾ ഉണ്ടല്ലോ, അതിനെന്തിനാ അതിനോട് ഉപമിച്ചെന്ന് ചോദിച്ചാൽ അതാണ് ഈ ഒന്നാമത്തെ പ്രകമ്പനം എന്ന് പറയുന്നത്. എന്തിനാണ് അതിനോട് ഉപമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പാറ്റ പുറത്ത് ഇങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് അതിന്റെ ചിറകുകളെല്ലാം കൊഴിഞ്ഞു വീഴും, അങ്ങനെ അതാണ്ട് വീണ് ചാകും. എന്നതുപോലെ മനുഷ്യൻ അസ്വസ്ഥനാവുന്നു, പായുന്നു, അവിടെ അവൻ വീണ് മരിക്കുന്നു. എല്ലാം നശിക്കുന്ന ഒന്നാമത്തത്. ഞാനത് ബയാൻ ചെയ്യേണ്ടതില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ പ്രകമ്പനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താ അറിയാമോ? ഈ മരിച്ചവരെല്ലാം മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ തുടക്കമുണ്ടാകുന്ന പ്രകമ്പനത്തെയാണ് രണ്ടാമത്തേത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വരുന്നോടുകൂടി എന്താവും? പിന്നെ ഈ മണ്ണിൽ നിന്ന് എല്ലാവരും പുറമേക്ക് എഴുന്നേറ്റ് വരും. അങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, എവിടെയാണ്, ആരാണ് ഞങ്ങളെ, സൂറത്ത് യാസീനിൽ ചോദിച്ചിട്ടുണ്ടല്ലോ, ആരാണ് ഞങ്ങളെ ഈ കുഴിമാടത്തിൽ നിന്ന് പിന്നെ വിളിച്ചു വിട്ടിട്ടുള്ളത് എന്നവർ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കരയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്തോളി. സൂറത്ത് യാസീൻ നമുക്ക് കാണാം. പിന്നെ വേറൊരു ഭാഗത്തുണ്ട് ഇല നുസ്ബിൻ യൂഫിലൂൻ, ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ ഈ മണ്ണിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ എഴുന്നേൽക്കുന്നതാണ്. ഖാലു വനുഫിഖ ഫിസ്സൂരി, സൂറത്ത് യാസീനിൽ കാണാട്ടോ. വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അപ്പോഴാണ് അവരോട് ചോദിക്കുക, ഖാലു, അവര് പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങൾ ഈ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് വിളിച്ചു വിട്ടത്? ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അതെങ്ങനെ വന്നു? ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. അതാണ് രണ്ടാമത്തത്.
അപ്പോ ഒന്നാമത്തെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ എല്ലാം നശിക്കുന്നത്. രണ്ടാമത്തെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എഴുന്നേറ്റ് എല്ലാവരും വരിക എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ മറ്റൊരു വിശദീകരണം കാണാലോ. ഖുലൂബുൻ യൗമ ഇദിൻ വാജിഫ. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഖുർആൻ എന്ത് ഉപയോഗിച്ചെന്നറിയോ? മുഖങ്ങൾ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ പേടിയും ബേജാറും വരുന്നത് എവിടെ തന്നെയാണ്? ഹൃദയങ്ങളിലാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയാതെ, വ്യക്തി എന്ന് പറയാതെ എന്ത് ചെയ്തത്? ആ ഹൃദയത്തിലേക്ക് അതിനെ ചേർത്തി വെച്ചത്. അന്ന് ചില ഹൃദയങ്ങൾ അഥവാ അന്ന് ചില മനുഷ്യരെന്തായിരിക്കും അറിയാമോ? കുലൂബുൻ യൗമയിദിൻ വാജിഫ. അവരുടെ ഹൃദയങ്ങള് വെപ്രാളഭരിതമാണ്, അസ്വസ്ഥമാണ്, പേടിച്ചു വിറക്കുന്നതാണ്. അബ്സ്വാറു ഖാശിഅ. അവരുടെ കണ്ണുകൾ ഇങ്ങനെ കീഴ്പോട്ട് തള്ളുകയാണ്, ബേജാറാവുകയാണ് അവര്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം എന്താന്ന് വെച്ചാല്, ഖുർആന്റെ വീക്ഷണത്തില് സത്യനിഷേധികളും തെമ്മാടികളും കപട വിശ്വാസികളും മാത്രമേ അന്ത്യനാളിൽ സത്യത്തിൽ ഭയവിഭ്രാന്തികൾക്ക് വിധേയരാകുള്ളൂ. അതുകൊണ്ടാണ് ചില ഹൃദയങ്ങൾ എന്ന് പറഞ്ഞത്. ഈ സച്ചരിതരായ വിശ്വാസികൾക്ക് ഈ ഭീകരതകൾ അനുഭവപ്പെടുമെങ്കിലും അവർ ആ ഭീകരതകളിൽ നിന്നെല്ലാം സുരക്ഷിതമായിരിക്കും. അല്ലെ? സൂറത്ത് അംബിയായില് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അംബിയ ഒന്ന് എടുത്തു നോക്കിയേ, കയ്യിൽ ഖുർആൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൂറത്ത് അംബിയായില് ഏറ്റവും അവസാന പേജിൽ നമ്മൾ പഠിച്ചെടുത്ത് കാണാം. എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ, നിങ്ങൾ പഠിക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെടുക്കേ, സൂറത്ത് അംബിയ എടുക്കുക. 331 ഖുർആനിലെ പേജിൽ വായിക്കുന്നുണ്ട്. ലാ യസ്മഊന ഹസീസഹാ വഹും ഫീമാ ഇശ്തഹത് അൻഫുസും കഴിഞ്ഞിട്ട് ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ വതതലഖാഹുമുൽ മലായികതു ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ എന്ന് പറയും. എന്ന് വെച്ചാല് മലക്കുകൾ വന്ന് ആ അതിഭീകര വേളയിൽ അവർക്ക് ബേജാറ് വരൂല. കാരണം മലക്കുകൾ വന്ന് അവരുടെ കരം ഗ്രഹിക്കും. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ദിനമാണിത് എന്നവരോട് പറയുന്നതാണ്. അല്ലെ? വസ്വദഖൽ മുർസലൂൻ. അത് റഹ്മാൻ വസ്വദഖൽ മുർസലൂൻ. ഈ ആശയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാട്ടോ. അതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ വിചാരണക്കെടുക്കുന്നത് വരെ എല്ലാവരും അസ്വസ്ഥരായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു ആരിശിന്റെ തണലിട്ട് കൊടുക്കൂലേ? അപ്പൊ അവർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഹൗദുൽ കൗസർ എന്ന് കുടിക്കുന്ന ആളുകളുണ്ടല്ലോ, അതൊക്കെ ഈ വിചാരണക്ക് നിൽക്കുന്ന സമയത്താണല്ലോ. അപ്പോ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം ഉണ്ടാവും. നിഷേധികളെ സംബന്ധിച്ചുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ ഒരു രംഗം പറഞ്ഞത്. അതുകൊണ്ട് നിഷേധികളും തെമ്മാടികളും കപടവിശ്വാസികൾക്കുമാണ് ഈ ഭയവിഭ്രാന്തി ഉണ്ടാവുക എന്നാണ് ചില ഹൃദയങ്ങൾ എന്ന് ഖുർആൻ പറയാനുള്ള കാരണം. അങ്ങനെ വരാനുള്ളൊരു സംഗതി എന്തെന്നറിയോ? അവര് പണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ? യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. അതാണ് അവരുടെ ചോദ്യം. യഖൂലൂന, അവര് ചോദിച്ചിരുന്നു, അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. നമ്മളൊക്കെ ഈ നൊരുമ്പിയ എല്ലുകളായി ഈ മണ്ണോട് ചേർന്ന് എല്ലാം അവസാനിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ മടക്കുന്നൊക്കെ പറഞ്ഞാലേ കാലൂത്തിൽ കൈതൻ കറത്തുൻ ഹാസിറ. അതൊക്കെ ഭയങ്കര ഒരു മടക്കം തന്നെ അല്ലേ? ഒരു പരിഹാസത്തിന്റെ ചോദ്യമാണ് നിഷേധി കൂട്ടങ്ങൾ ഇവിടെ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ത്യനാള് ഒരു അസംഭവ്യ കാര്യമായി അവര് പരിഹസിക്കുകയാണ്. അതാണ് ആ പരിഹാസം കൊണ്ടാണ് എന്ത് ചെയ്തതെന്നറിയോ? ഈ നിലക്ക് അവരിങ്ങനെ ചോദിക്കുന്നത്. ഒരു തമാശ പറഞ്ഞു തുടങ്ങാണ് അവര്. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്ന മറുപടി കൊടുത്തപ്പോ തമ്മിൽ തമാശ പറയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരു തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി എത്തേണ്ടി വന്നാൽ
അന്ന് തൊട്ട് നമ്മൾ നശിച്ചത് തന്നെ കേട്ടോ. അതിനുശേഷം ഒരു ഗുണവും നമുക്ക് ഉണ്ടാവൂല കേട്ടോ. ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ പരിഹസിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ പടച്ചോൻ പറഞ്ഞത് എന്താ? ഫഇന്നമാഹിയ സജ്റത്തും വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം. നിങ്ങളതാ നിങ്ങളുടെ എല്ലാ അവസ്ഥയും മാറി, നിങ്ങളുടെ ഉറക്കിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് ഈ തുറസായ മൈതാനത്ത് വിചാരണക്ക് എത്തിയിരിക്കും. നമുക്ക് അത്രേ അതിന് വേണ്ടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ വിശദീകരണം ഈ ഭാഗത്ത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് നിന്നാൽ നമ്മുടെ ഈ പാഠങ്ങളൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് പരക്കൊല്ല പരീക്ഷ നമുക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ എൻ്റെ കൂടെ വായിക്കും. യൗമ തർജുഫു റാജിഫ തത്ബഉഹ റാദിഫ ഖുലൂബു യൗമഇദിൻ വാജിഫ അബ്സാറുഹ ഖാശിഅ യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും ബിസ്സാഹിറ. പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ നിഷേധികൾ പലപ്പോഴും അള്ളാഹുവിനെയല്ല ദൈവത്തെയല്ല നിഷേധിക്കുന്നത്. അവരുടെ നിഷേധം ആദ്യം വരുന്നത് ഇങ്ങനെയാണ്, പരലോകത്തിന്റെ സംഭവ്യതയാണ് ഈ നിഷേധിക്കൂട്ടങ്ങളെല്ലാം നിഷേധിക്കുന്നത്. കാരണം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു സംഗതിയുണ്ട്. പടച്ചോൻ പിന്നെ ഉണ്ട് എന്ന് പറയാൻ ഒരു നബിയും വന്നിട്ടില്ലല്ലോ. മനസ്സിലാക്കുന്നിടത്ത് വന്ന വീഴ്ചകൾ മാത്രമല്ലേ ഉള്ളൂ. അത് ബോധ്യപ്പെടുത്താനാണ് വന്നത്. പിന്നെ ഇവരെല്ലാവരും നിഷേധിക്കുന്നത് ഏതിനെയാണ്? പരലോകത്തെയാണ്. ഇതാ കാരണം പരലോകത്ത് വരിക എന്ന് പറയണത് നഷ്ടമായിട്ട് അവർ കാണുകയാണ്, അല്ലെ? അതാണല്ലോ ഏറ്റവും വലിയ. അങ്ങനെ വന്നാൽ നഷ്ടമാണ് എന്നല്ലോ വരുന്നത്. ഇനി പരലോകത്ത് നിഷേധിച്ചാൽ മാത്രമേ നമുക്ക് എന്തു തോന്നിയാസവും ദുനിയാവിൽ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാനെ ഏത് കോപ്രായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പല ആളുകളും ഈ പരലോകത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേക ശൈലി നമുക്ക് കാണാം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞോടത്ത് പടച്ചോൻ എന്താ പറഞ്ഞതറിയോ? ഈമാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പരലോകത്തെ കുറിച്ച് പറഞ്ഞോടത്ത് ഖുർആൻ ഉപയോഗിക്കുന്നത് ഈമാൻ മുഅ്മിനൂൻ എന്നല്ല, മൂഖിനൂൻ എന്നാണ്. വബിൽആഖിറതി ഹും യൂഖിനൂൻ. മൂഖിനൂൻ എന്താ യൂഖിനൂൻ എന്ന് പറഞ്ഞാല്? പരലോകം ഉണ്ട് എന്നല്ല, പരലോകത്തിൽ അവര് യഖീനുള്ള ദൃഢബോധ്യമുള്ള ആളുകളാണ്. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് നരകം ഉണ്ട് എന്നല്ലല്ലോ. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. ഇതൊക്കെ നമ്മൾ ചേർത്തി വായിക്കേണ്ട ഒരു സംഗതി കേട്ടോ. ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളൊക്കെ മുഅ്മിനുകളാണ്, പരലോകത്തിൽ ബോധ്യമുള്ള ആളുകളാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്നിട്ടും എൻ്റെ അടുക്കല്, നിങ്ങളുടെ അടുക്കല്, നമ്മുടെ അടുക്കല് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവല്ല, മറിച്ച് പരലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കണല്ലോ എന്ന ദൃഢബോധ്യം, അത് എന്തോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്. അതുകൊണ്ടാ അൻദർതുക്കും നാറൻ തലല്ല. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഈ ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും സീരിയസ് ആയ, ഏറ്റവും ഗൗരവമേറിയ ഖുർആനിൽ ആയത്ത് ഏതാണ് എന്നതിനെ കുറിച്ച് ഉലമാഇന്റെ ചർച്ചയിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അൻദർതുക്കും നാറൻ തലല്ല. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്തറിയാമോ? അള്ളാഹുവിന്റെ മുമ്പില് അവന്റെ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു വേളയിൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അള്ളാഹു നമ്മളെ നമ്മോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ബോധ്യപ്പെടുത്തി തരുന്ന ഭാഗങ്ങളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ചത്. ഒരൊറ്റ ശബ്ദം മാത്രമേ വേണ്ടുള്ളൂ, നമ്മൾ തുറസായ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഇനി അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിഷേധികളുടെ അവസ്ഥകൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് പഠിക്കണേ എന്ന് പറഞ്ഞ് മൂസാ അലൈഹിസ്സലാമയുടെ ചരിത്ര സംഭവങ്ങൾ
ഒന്ന് നമുക്ക് എടുത്ത് പറഞ്ഞു തരാണ്. അഥവാ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനോടും പരലോകത്തോടും മക്കയിലെ അവിശ്വാസികൾ കൈക്കൊണ്ട നിഷേധം, പരിഹാസം വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തോടുള്ള നിഷേധമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ തള്ളിക്കളയാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണത്. അതുകൊണ്ടാണ് റസൂലിനെതിരെ അവൾ പ്രയോഗിച്ചു കൊണ്ടിരുന്ന എല്ലാ സൂത്രങ്ങളും ഏതെങ്കിലും ഒരു സാധാരണക്കാരനെതിരിലുള്ള സൂത്രപ്രയോഗമായിരുന്നില്ല, മറിച്ച് ദൈവദൂതന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനുള്ള സൂത്രങ്ങളാണ്. അതുകൊണ്ടാണ് പരലോകം യാഥാർത്ഥ്യമാണെന്നതിന് കൂടുതൽ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പായി മൂസ അലൈഹിസ്സലാമയുടെയും ഫറവോന്റെയും ചരിത്രം നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതിലൂടെ ദൈവിക ദൗത്യത്തെ എതിർക്കുന്നതിന്റെന്നതിന്റെയും അള്ളാഹുവിന്റെ ദൂതനെ നിയോഗിച്ച ആ റബ്ബിനെതിരെ തലപൊക്കുന്നതിന്റെയും അനന്തര ഫലം എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ചില ബോധം ഉണ്ടാകണമെന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇനി എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് അമ്പിയാക്കന്മാരുടെ കഥ പറഞ്ഞു തരുന്നത്. അവയിലെ പ്രധാനപ്പെട്ട മൂസ അലൈഹിസ്സലാമയുടെ കഥ നമുക്കറിയാത്തൊരു കഥയല്ല, എന്നാലും പിന്നെ ഖുർആനിൽ ചരിത്രങ്ങളെ വിശദീകരിക്കുന്നത്, ഞാൻ ആ ഭാഗം മറ്റേ ഭാഗം ഞാൻ നിർത്തിയിട്ടോ. ആ ഭാഗം ഏത് നിർത്തിയെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നമ്മൾ മണ്ണ് അല്ലെങ്കിൽ ചാരമായി നമ്മൾ എവിടെ കിടന്നാലും നമ്മളെ ഒരുമിച്ച് കൂട്ടാൻ, നമുക്ക് ജീവൻ നൽകാൻ പടച്ച റബ്ബിന് കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണ്. ആദ്യം പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മൂസ അലൈഹിസ്സലാമയുടെ കഥ ഒരു പ്രാവശ്യം ഓതാം. നിങ്ങൾ എന്റെ കൂടെ ഓതണേ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലതാക ഹദീസു മൂസ إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة بالأولى إن في ذلك لعبرة لمن يخشى അല്ലതാക ഹദീസു മൂസ. ഒന്ന് വായിക്കും മനസ്സിൽ. അല്ലതാക ഹദീസു മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചരിത്ര സംഭവങ്ങൾ പറയുന്നതിന് 3 ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സൂചന മാത്രം തരിക. 2, സൂചനയല്ല എന്ന ഒരു ബയാനല്ല, അതിനേക്കാൾ ഒരു ലളിതമായി നമുക്ക് കാര്യങ്ങളെ മുഴുവനും സംഗ്രഹിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ശൈലി. മറ്റൊരു ശൈലി എന്താന്ന് വെച്ചാൽ വിശദമായി തന്നെ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തുള്ളൂന്നറിയോ, മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ പിന്നെ നുബുവത്ത് കിട്ടലും, അതേപോലെ ഫറവോന്റെ അടുക്കലേക്ക് പോകലും, ഫറവോനോടുള്ള പ്രബോധന രീതിയും ഫറവോന്റെ പര്യവസാനവും ഒക്കെ എത്രയെന്നറിയാം, ഒരു 16 മുതൽ 26 ആയത്തോടുകൂടെ ആ കഥ എന്ന് വെച്ചാൽ ഒരു 10 ആയത്ത് മാത്രമാണ് അവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഈ 10 ആയത്തിന്റെ അർത്ഥവും ഞാനൊന്ന് പറഞ്ഞു തരാം. അറിയാത്തതല്ല കേട്ടത്, വളരെ സിമ്പിൾ ഒരു സംഭവമാണ്. അതിങ്ങനെ പറഞ്ഞു തരാണ്. ഹൽ അത്താക്ക, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? അത്ത
ലഭിക്കുക, അത്താക്ക നിനക്ക് വന്നു കിട്ടുക എന്നാണ് നേരെ വാക്കിനർത്ഥം. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുകയാണ്, ഹല്ലത്താക്ക നിനക്ക് വന്നിരിക്കുന്നുവോ ഹദീസു മൂസ, മൂസ അലൈഹിസ്സലാമയുടെ വർത്തമാനം, മൂസ അലൈഹിസ്സലാമയുടെ കഥ നിനക്കറിയില്ലേ? അതാണ് ലളിതമായി അതിന്റെ അർത്ഥം ട്ടോ. ഹല്ലത്താക്ക ഹദീസ് മൂസ, മൂസ അലൈഹിസ്സലാമയുടെ കഥ നിനക്കറിയില്ലേ? ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് ആ സന്ദർഭത്തെ ഓർക്കുക എന്നാണ്. ഇത് നാദാ വിളിച്ചു, നാദാ ഹു അദ്ദേഹത്തെ വിളിച്ചു. ആര് വിളിച്ചു? റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ്. എവിടെ വെച്ച് വിളിച്ചു? ബിൽ വാദി, വാദുൻ താഴ്വര. എഴുതി വെക്കണേ, വാദുൻ താഴ്വര. ബിൽ വാദി താഴ്വരയിൽ വെച്ച്. ഏത് താഴ്വര? അൽ മുഖദ്ദസ്. മുഖദ്ദസ് എന്ന് പറഞ്ഞാല് പരിശുദ്ധമായ, തുവ, തുവ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായല്ലോ. ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കിയേ. കിട്ടിയ ഓരോ വാക്കിന്റെ അർത്ഥം? ഹല്ലത്താക ഹദീസു മൂസ. നിങ്ങളിന്റെ കൂടെ ഇങ്ങനെ ഊതണേ. ഹല്ലത്താക ഹദീസു മൂസ, മൂസ നബി അലൈഹിസ്സലാമയുടെ കഥ നിനക്കറിയില്ലേ? നേരെ മറ്റൊരു വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ എങ്ങനെയാണ്? മൂസാ നബിയുടെ വൃത്താന്തം താങ്കൾക്ക് കിട്ടിയോ? ഇതിനാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇത് ആ സന്ദർഭം ഓർക്കണേ. നാദാഹു അദ്ദേഹത്തെ വിളിച്ചു, റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ്, ബിൽവാദി താഴ്വരയിൽ വെച്ച്, അൽ മുഖദ്ദസി പരിശുദ്ധമായ, അത്തുവ തുവ എന്ന വിശുദ്ധ തുവ താഴ്വരയിൽ വെച്ച് റബ്ബ് അദ്ദേഹത്തെ വിളിച്ച സന്ദർഭം ഓർത്തു നോക്ക്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇപ്പൊ എന്തൊക്കെ വന്നെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനനവും പിന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുള്ള വാസവും പിന്നെ ഉണ്ടായ ചെറിയ സംഭവത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാട് വിടലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവസാനം എവിടം വരെ എത്തി? അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്ന ആ രംഗത്തെ അള്ളാഹു ഒറ്റ വാക്കിലാണ് അവിടെ പറഞ്ഞത്, ഇത് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. ഇത് ഹബ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് ഹബ് നീ പോകണം, ഇലാ ഫിർഔന ഫറവോന്റെ അടുക്കലേക്ക്, താങ്കൾ ഫിർഔന്റെ മുമ്പിലേക്ക് ചെല്ലുക, ഇന്നഹു നിശ്ചയമായും അവൻ ത്വഗാ ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ ധിക്കാരിയായിരിക്കുന്നു. അതുകൊണ്ട് ഫറവോന്റെ അടുക്കലേക്ക് പോവുക, അവൻ ധിക്കാരിയായിരിക്കുന്നു. ഞാന് ഒരു വാക്ക് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ. ഈ ആയത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് വായിച്ചില്ല, ഞാൻ 26 വരെ ലിമയ്യഹിഷ എന്ന് പറഞ്ഞല്ലോ. അത് ഈ പിന്നെ കഥ ഒന്നുകൂടി പഠിക്കുന്നതിന്റെ മുമ്പ് ഈ സംഭവം ഓർമ്മ വരണം കേട്ടോ. ഈ പിന്നെ ലിമയ്യഹിഷ കഴിഞ്ഞിട്ട് പ്രാപഞ്ചിക രഹസ്യങ്ങളെ അനാവരണം ചെയ്യാണ്. അതിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അത് വരുന്നതിന് മുമ്പ് ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്ന മക്കത്തെ ബഹുദൈവ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വാക്കുകളിലൂടെ വെല്ലുവിളിച്ച് മുഅ്മിനുകൾക്കൊരു സമാധാനം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആശ്വാസം കൊടുക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈ വാക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതിനാണ് ഇടക്ക് ഈ പിന്നെ കഥ എടുത്തു തരുന്നത്. ആ കഥയിൽ തന്നെ ചോദിച്ചു, 3 വാക്ക് ആയത്തിലൂടെ പിന്നെ ഫിർഔന്റെ മുമ്പിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം എത്തി. ഫിർഔനെ കുറിച്ച് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ത്വആ എന്നാണ് വാക്ക്. എന്താ ത്വഹയുടെ അർത്ഥം?
ഇന്നാ ലമ്മാ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, ആ വെള്ളപ്പൊക്കത്തെ പരാമർശിക്കുന്ന ഒരു വാക്കായി ഖുർആൻ പറഞ്ഞത് ഏതാണെന്നറിയാമോ? ത്വഗാ. ഇന്നാ ലമ്മാ ത്വഗൽ മാഉ. വെള്ളം ഇങ്ങനെ അതിക്രമിച്ചിങ്ങനെ വന്നപ്പോ എവിടുന്ന് വരെ വന്നു എന്നാണ്? അവിടുന്ന് തൂഫാൻ ഉണ്ടാവുമ്പോ അടുപ്പിൽ നിന്ന് വരെ ഉറവ് പൊട്ടി എന്നാണല്ലോ പറയണത്. അപ്പൊ ഒരിക്കലും അടുപ്പിൽ എന്ത് വരരുത്? വെള്ളം വരാൻ പാടില്ല, അല്ലേ? അപ്പൊ അവിടെ നിന്ന് വരെ ഒരിക്കലും വരാൻ പാടില്ലാത്ത ധിക്കാരം ചെയ്യുന്നതിനാണ് അറബിയിൽ ഏത് വാക്ക് ഉപയോഗിക്കുക? ത്വഗ എന്ന വാക്ക് ഉപയോഗിക്കാട്ടോ. ഫഅമ്മാമൻ ത്വഗ വആസറൽ ഹയാത്തദ് ദുനിയ. എന്താണ് ഈ ഫറവോൻ ചെയ്ത പണി? നമുക്കറിയില്ലേ? പണ്ടൊരു തമാശ പറയുന്നതിനിടക്ക് പറയാറുണ്ട്, ഇബിലീസ് കൂടി ഫറവോന്റെ അടുക്കൽ നിന്ന് ഒരു വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ്. കഥയാണ് കേട്ടോ. കുറച്ചു നേരമായാലും ഇപ്പൊ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ ഒരു കഥ ഇരിക്കട്ടെ വിചാരിച്ച് പറഞ്ഞതാണ്. ഫിറഔന് ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരിക്കൽ ഇബിലീസ് വന്നിട്ട് അവിടെ ഇരിക്കായിരുന്നു എന്നാണ്. അതിൽ ഇബിലീസ് എണിച്ച ഉടനെ ഫറവോൻ ചോദിച്ച്, എന്താണ് എളുപ്പം എണിച്ചു പോകുന്നത്? അപ്പൊ ഇബിലീസ് പറഞ്ഞു, അത്രേ, നീ എന്നേക്കാളും മോശാണ്. കാരണം അള്ള സുജൂദ് ചെയ്യാൻ എന്നോട് പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തില്ല. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. അള്ള സുജൂദ് ചെയ്യാൻ പറഞ്ഞ്, പക്ഷെ ആദമിനെ പഴപ്പിച്ച് അങ്ങനത്തെ പണിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അള്ളയെന്ന് പറഞ്ഞിട്ടില്ല. നീ അള്ളയാണ് എന്ന് പറഞ്ഞവനാണ്. എൻ്റെ ഒപ്പം വേദി പങ്കിടാൻ പോലും എനിക്ക് പറ്റൂല എന്നാണ്. അപ്പൊ ദുനിയാവില് ഏറ്റവും വൃത്തികെട്ട മനുഷ്യരെ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്ന ഒരാളാണ് ആര്? ഫിർഔൻ. അതുകൊണ്ടാണ് ഇന്നഹു ത്വഗ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ കഥ നമുക്ക് അറിയുന്നതാണ്. മൂന്നെണ്ണം പറഞ്ഞു തന്നിട്ട് ആ ഫിർഔന്റെ അടുക്കലേക്ക് ചെന്നിട്ട് എന്ത് ചോദിക്കണം എന്നാണ് മൂസാ നബി അലൈഹി സ്വലാമയോട് പറയണത്? ഫഖുൽ, അവനോട് താങ്കൾ പറയണം. ഫഖുൽ, താങ്കൾ അവരോട് ചോദിക്കേ, പറയേ, ഹല്ലക, നിനക്ക് വേണോ? നീ ഒരുക്കമാണോ? ഹല്ലക, നിനക്കുണ്ടോ? ഇല്ല അൻ തസക്ക, നീ തസ്കിയത്ത് കൈക്കൊള്ളുവാൻ സന്നദ്ധനാണോ? എന്നാണ്, നന്നാവാൻ ഒരുക്കമാണോ? അതാണുള്ള ചോദ്യം. എടാ, അനക്കൊന്ന് നന്നായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എന്താ അറിയോ? വ അഹ്ദിയക, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഞാൻ നിനക്ക് നിന്റെ റബ്ബിങ്കലേക്ക് മാർഗദർശനം ചെയ്യാം. ഫതഖ്ശ, അങ്ങനെ നിനക്ക് അള്ളാഹുവിനെ ഭയപ്പെടാനും നീ ഒരുക്കമാണോ? അവനോട് നീ ചോദിക്കുക, നിനക്ക് വിശുദ്ധി ആർജിക്കാൻ, നന്മ സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ? അല്ലെങ്കിൽ നിനക്ക് നന്മ സ്വീകരിച്ചുകൂടെ? എങ്കിൽ ഞാൻ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നിനക്ക് വഴി കാണിച്ചു തരാം. അങ്ങനെ നിനക്ക് ദൈവഭക്തനാവാം, അള്ളാനെ പേടിക്കാം. ഇതാണ് ചോദിക്കേണ്ടത് എന്നായി അള്ളാഹു നമ്മളെ മൂസാ നബി അലൈഹി സ്വലാമക്ക് പറഞ്ഞതായി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അടുത്ത ആയത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തീർക്കാണ്. ഒന്നെന്താന്ന് ചോദിച്ചാൽ, ലോകത്ത് ഈ മനുഷ്യൻ നന്നാകൂല എന്ന് അള്ളാഹ്ക്ക് അറിയാലോ? അറിയാം. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു നബിനെ അല്ലല്ലോ അയച്ചത്. എത്ര നബിനെ അയച്ചു? 2 നബിമാരെ അയച്ചു. ആ 2 നബിമാരോടും ചെന്നിട്ട് എന്ത് വാക്കി വയ്ക്കണം എന്നാ പറയണത്? ഇവിടെ പറഞ്ഞത് അല്ല കൈലാൻ തസക്ക, ഒന്ന് നന്നാവാൻ ഒരുക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നിന്റെ റബ്ബിങ്കലേക്ക് എന്നാണ് കേട്ടോ. അത് ഒരു ഭയങ്കര ഒരു സംഗതിയാ. ഇന്റെ പടച്ചോന്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ എന്റെ പടച്ചോനെയും കൊണ്ട് നീ പൊയ്ക്കോന്നേ പറയുള്ളൂ. നിന്റെ റബ്ബ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. നീ റബ്ബല്ല. ഒക്കെ വളരെ കൃത്യമായ പ്രബോധന ശൈലിയാണത്.
നിങ്ങൾ റബ്ബല്ല. അതുകൊണ്ട് നിന്റെ റബ്ബിങ്കിലേക്ക് ഞാൻ വഴി കാണിച്ചു തരാം. അവനെ പേടിക്കാൻ സന്നദ്ധനാണോ? അതുകൊണ്ട് നന്നാവാൻ തയ്യാറാണോ? അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും എന്തുണ്ടാകുന്ന ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ വർത്തമാനത്തിൽ ഉണ്ടാകണം. സത്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുനിയാവിൽ ഏറ്റവും ഇബിലീസിനെക്കാട്ടിലും മോശപ്പെട്ട മനുഷ്യനാണ് ഇയാളായിരിക്കെ ആ മനുഷ്യന്റെ അടുക്കലേക്ക് 2 നബിമാരെ അള്ളാഹു അയക്കുമ്പോ അയാള് നന്നാവൂലേ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കുക. എന്തായിരിക്കണം ഡ്യൂട്ടി? ദഅവാ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അതൊരു നസീഹത്തോടു കൂടി ചോദിക്കണം. അതാണ് ഇവിടുത്തെ നസീഹത്ത്. എന്താ നസീഹത്ത്? ഇതൊരു കടം തുലക്കാൻ വേണ്ടി, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവർത്തനമല്ല. മറിച്ച് നിങ്ങൾ നന്നാകണം എന്ന ഉള്ള് നിറഞ്ഞ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശൈലി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പ്രബോധന പ്രവർത്തനം വിജയിക്കണമെങ്കിലുള്ള രീതിശാസ്ത്രം ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരാളെയും ഭീഷണിപ്പെടുത്താനോ അയാളെ തകർക്കാനോ അയാളെ തോൽപ്പിക്കാനോ നമുക്ക് ജയിക്കാനോ അല്ല നമ്മൾ ദഅവത്ത് നടത്തുന്നത്. മറിച്ച് അള്ളാഹുവിലേക്ക് ഈ മനുഷ്യൻ വന്നു കിട്ടണമെന്ന ഉൾക്കടമായ ആഗ്രഹം വെച്ചുകൊണ്ട് എങ്ങനെ ഈ തൗഹീദിനെ, ഈ ആദർശത്തെ, ഏകനായ റബ്ബിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അമ്മനുഷ്യനിൽ ഉണ്ടാകുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് ഈ പണി എടുക്കുന്നത് എന്നാണ്. അവിടെയും ഒരു പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. മൂസാ നബിയെ ഏറ്റവും വിശദമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരണം. എന്താന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ ജനം ഒരു മൂസാ നബിയുടെ കൗമിന്റെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് മൂസമാരാവാൻ നമുക്ക് കഴിയോ എന്ന ചോദ്യമാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. അല്ലതാക ഹദീസു മൂസ. മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥ നിനക്കറിയില്ലേ? അതാണ് അതിന്റെ ലളിതമായ മലയാളം. മറ്റൊരു മലയാളം പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ വൃത്താന്തം താങ്കൾക്ക് ലഭിച്ചുവോ? ഇതിനാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവ. വിശുദ്ധ തുവ താഴ്വരയിൽ വെച്ച് റബ്ബ് അദ്ദേഹത്തെ വിളിച്ച സന്ദർഭം ഓർക്കുക. ഇത് ഹബില ഫിർഔന ഇന്നഹു തഗ. ഫറവോന്റെ അടുക്കലേക്ക് പോകുക, അവൻ ധിക്കാരിയായിരിക്കുന്നു. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക. അവനോട് പറയുക, വിശുദ്ധി കൈക്കൊള്ളാൻ നീ സന്നദ്ധനാണോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നിന്റെ റബ്ബിങ്കലേക്ക് മാർഗദർശനം ചെയ്യാം. അങ്ങനെ നിനക്ക് അവനെ ഭയപ്പെടുന്നവനുമാകാമല്ലോ. വളരെ നല്ല ലളിതമായ വാക്കുകൾ പറയാൻ വേണ്ടി അള്ളാഹു ഈ 2 നബിമാരോടും കൽപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങി മലക്കുകളുടെ നിയന്ത്രണം പറഞ്ഞു. പിന്നെ പരലോകം സംഭവിക്കുന്നത് അഥവാ ഖിയാമത്ത് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. ഖിയാമത്ത് ഒന്നാമത് ഉണ്ടായി നമ്മളെല്ലാം തകർന്നു വീണ് രണ്ടാമത് പുനരുദ്ധാന നാളിലേക്ക് നമ്മൾ നടന്നു വരുന്ന ഭാഗം പറഞ്ഞു. അന്നൊരു മോശം അവസ്ഥയുണ്ടാവുക, കണ്ണ് തകർന്നു പോവുക, ഹൃദയം പേടിച്ചു പറക്കുക ഒരൊറ്റ കൂട്ടർക്കായിരിക്കും. അവരെന്തറിയോ? ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന ആ ബോധ്യത്തെ പരിഹസിച്ചവരാണവര്, അവര് തള്ളിയവരാണവര് എന്ന് പറഞ്ഞിട്ടാണ് ഇനി അങ്ങനെ തള്ളുന്ന ആളുകളുടെ പരിണതി എന്തെന്ന് നിങ്ങൾ പഠിക്കണേ എന്നാണ് അവർക്ക് സുപരിചിതമായ മൂസാ അലൈഹിസ്സലാമയുടെയും ഫറവോന്റെയും സംഭവങ്ങള് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ ലളിതമായി നമുക്ക് ഖുർആൻ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ തദബ്ബുർ ചെയ്താൽ ഈ ഓരോ ആയത്തുകളെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നന്നായി ആലോചിക്കണം, നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. എന്നിട്ട് ആവശ്യമുള്ള ഭാഗങ്ങളിലെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പ്രാർത്ഥിക്കുക. അള്ളാഹു
നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് നിങ്ങൾ ഇനി വായിക്കണം കേട്ടോ. എല്ലാവരും ഈ ആയത്തുകൾ ഒന്നുകൂടി എടുത്ത് വായിക്കണം, നന്നായി പഠിക്കണം. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴേക്ക് നിങ്ങൾ കുറെ ആൾക്കാർക്കൊക്കെ ജയിക്കാൻ കഴിഞ്ഞു. സെക്കൻഡ് പരീക്ഷ അല്ലേ, നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിൽ എല്ലാവരും ജയിച്ചു എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും പുറകിലുണ്ട്. അതൊക്കെ ശരിയാവും. എന്നാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് പഠിച്ച് ഭംഗിയായി മുന്നോട്ട് പോകണം. പ്രാർത്ഥിക്കുകയും ചെയ്യണം. നന്മകൾ അത് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയേണ്ടുന്ന അർഹത പ്രകാരമുള്ള തന്നെ ഒരു ഉൾക്കൊള്ളലിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഇരുത്തം അള്ളാഹു നന്മയായി കബൂല് ചെയ്യുമാറാവട്ടെ. നമ്മളുടെ വന്നിട്ടുള്ള എല്ലാ പിഴവുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും ഐശ്വര്യം ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ